ഹലോ കൂട്ടുകാരെ. ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ സെയിൽസ് തന്നെയാണ്. അതിലാർക്കും ഒരു സംശയമില്ല. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് കടന്നു പോകുന്ന സെയിൽസ് ട്രാൻസാക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് ആവാം, ബാങ്ക് സെയിൽസ് ആകാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എന്താണ്, ക്രെഡിറ്റ് സെയിൽസും ആകാം. ക്യാഷായിട്ട് സെയിൽസ് നടത്തുമ്പോൾ ക്യാഷായിട്ടാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ അതൊരു ക്യാഷ് സെയിൽസ് ആണ്. ഇനി ഗൂഗിൾ പേയോ ജി പേയോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് മുഖേനയാണ് സെയിൽസിന് ക്യാഷ് കിട്ടുന്നതെങ്കിൽ അതൊരു ബാങ്ക് സെയിൽസും ആകാം. ഇനി പ്രധാനപ്പെട്ടത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. നമ്മൾ സാധനം കടത്തിന് സെയിൽ ചെയ്യാണ്, പൈസ പിന്നെ തന്നാൽ മതി, നിങ്ങൾ സാധനം വെച്ചു. നമ്മുടെ ബിസിനസ്സിൽ കൂടുതലും നടന്നു വരുന്നതും ക്രെഡിറ്റ് സെയിൽസ് തന്നെയാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ രാജ്യത്ത് GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം കൂടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ GSTയും സെയിൽസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സെയിൽസ് ട്രാൻസാക്ഷനിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ GST വരുമ്പോൾ സെയിൽസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സെയിൽസ്. ഒന്നെങ്കിൽ ഈ പറയുന്ന സെയിൽസിനൊക്കെ GSTയുടെ പെർസെൻറ്റേജ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൽസ് ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഓക്കെ, ആ ഐറ്റംസിന് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സെയിൽസാണ് എക്സംപ്റ്റഡ് സെയിൽസ്. ഇനി ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് സെയിൽസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസാണ് ഉള്ളത്. അപ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന GSTയുടെ ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGST ആയിരിക്കും. CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ സെയിൽസ് നടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ടാക്സ് എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണം സെയിൽസ് 10,000 രൂപയ്ക്കാണ്, 2,000 രൂപയാണ് GST എന്ന് പറയുന്നതെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും കൂടെ ഈ പറയുന്ന 2,000 രൂപ ഈക്വലായിട്ട് 1,000 വെച്ച് അവർ പകുത്തെടുക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വേണം ട്രാൻസാക്ഷന് കാണിക്കാനായിട്ട്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് സെയിൽസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസാണ്. അവിടെ CGSTയോ SGSTയോ അല്ല കളക്ട് ചെയ്യുന്നത്, അവിടെ IGST ആണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് അവിടെ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്, നമ്മൾ സെയിൽസിൽ കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കും.